നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനടുത്തായിട്ട് കുടുങ്ങിക്കിടക്കുന്ന F-35 യുദ്ധവിമാനം. ബ്രിട്ടൻ്റെ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് എയർവേയ്സ് A400M അറ്റ്ലസ് എന്ന വിമാനത്തിൽ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയുമായിട്ട് ഏകദേശം 24ഓളം എഞ്ചിനീയർമാർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന F-35 യുദ്ധവിമാനം പരിശോധിക്കുകയും അവിടെ നിന്ന് നന്നാക്കാനുള്ള സാങ്കേതിക സഹായങ്ങളെല്ലാം ഇന്ത്യ നൽകും എന്നറിയിച്ചതുകൊണ്ട് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. അവിടെ ശീതീകരിച്ച ഹാങ്ങറിൽ F-35 യുദ്ധവിമാനം നന്നാക്കാനുള്ള തകൃതിയായ ശ്രമങ്ങളാണ് ഈ വന്ന എഞ്ചിനീയർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 14 എഞ്ചിനീയർമാരാണ് നിലവിൽ ഈ യുദ്ധവിമാനം നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 പേർ ആദ്യഘട്ടത്തിൽ വന്ന് വിമാനമെല്ലാം ചെക്ക് ചെയ്ത് അതിനുവേണ്ട അവിടെ നന്നാക്കാൻ വേണ്ട എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തതിന് ശേഷം അവർ തിരിച്ചുപോയി എന്നതാണ് വാർത്ത. അവർ വന്ന പ്രത്യേക വിമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എയർബസ് A400M അതിൽ തന്നെ തിരിച്ച് UAE-യിലുള്ള ബ്രിട്ടീഷ് നാവികസേനയുടെ അവിടുത്തെ താവളത്തിലേക്ക് പോയി എന്നാണ്, വ്യോമതാവളത്തിലേക്ക് പോയി എന്നതാണ് വിവരം. ഒമാനിലാണ് അവരുടെ വ്യോമതാവളം. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. ഈ 10 പേരെയും കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ വിമാനം നന്നാക്കാൻ വന്ന ബ്രിട്ടൻ്റെ ഈ പ്രത്യേക വിമാനം എയർബസ് A400M അതും ഈ പറഞ്ഞ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ഘട്ടത്തിൽ അതിൻ്റെ ഹൈഡ്രോളിക്കിനും തകരാറിലായി. സാങ്കേതിക തകരാറ് മൂലം ആ വിമാനവും അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന രീതിയിൽ വിമാനം അവിടെ ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിത്രത്തോടൊപ്പം ഈ വാർത്തയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എന്നതാണ് വസ്തുത. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുക. ഈ വിമാനം ഒമാനിൽ നിന്ന് ഇവിടെ എത്തിയതിന് ശേഷം ഏകദേശം വൈകുന്നേരം വരെ ഒരു 10-12 മണിക്കൂറുകളോളം ഈ വിമാനം ഒരു സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ ഏതോ ഒരു ബിരുദൻ ഏതോ ഒരു മാധ്യമത്തിൽ നിന്നും പകർത്തിയ ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വിമാനവും F-35 യുദ്ധവിമാനം പോലെ തന്നെ തകരാറിലായിട്ട് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ കിടക്കുന്നു എന്ന വാർത്ത പ്രചരിപ്പിച്ചത്. ഈ വാർത്ത ചൂടപ്പം പോലെ പ്രചരിച്ചു. അത് സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക്, പേജുകളിലേക്ക് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ F-35 യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് തന്നെ നാണക്കേട് എന്ന് പറഞ്ഞിട്ടാണ് ബ്രിട്ടൻ കരുതിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നു. കേരളത്തിൽ നിന്നുള്ള പല ട്രോളർമാരും അതെടുത്ത് വലിയ ട്രോളാക്കി മാറ്റുന്നു. എന്തിനേറെ പറയുന്നു, വയാഗ്ര പോലും അവരുടെ അഡ്വർടൈസ്മെൻറ്റിന് F-35 യുദ്ധവിമാനം ഉപയോഗിച്ചു എന്നതാണ് വസ്തുത. ആദ്യഘട്ടത്തിൽ കേരള ടൂറിസമായിരുന്നു F-35 യുദ്ധവിമാനം വളരെ തന്ത്രപരമായിട്ട് അവരുടെ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യത്തിന് വേണ്ടി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി യൂസ് ചെയ്തത്. പിന്നീട് പലരും അത് ഉപയോഗിച്ചു. മിൽമ ഉൾപ്പെടെ ഉപയോഗിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് വയാഗ്ര വരെ ഈ യുദ്ധവിമാനത്തിൻ്റെ ചിത്രം ഉപയോഗിച്ച് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്തു എന്നതാണ് വസ്തുത. സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വിമാനം, യുദ്ധത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന അവരുടെ തന്ത്രപ്രധാനമായ മൂവ്മെൻറ്റുകൾക്കെല്ലാം കാരണമാകുന്ന ഒരു യുദ്ധവിമാനം, അത് മറ്റൊരു രാഷ്ട്രത്തിൽ അവരുടെ അധീനതയിൽ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധതന്ത്രങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അവരെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബ്രിട്ടനിൽ പുകഞ്ഞു വരുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ചയാവുകയും അതിനെ തുടർന്ന് പാർലമെൻറ്റിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ വിദേശകാര്യമന്ത്രി ആ പാർലമെൻറ്റിൽ ഒരു കാര്യം ഉറപ്പു നൽകി. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ നയതന്ത്രപരമായിട്ട് പ്രതിരോധപരമായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇരിക്കുന്ന F-35 യുദ്ധവിമാനം, അതിന് യാതൊരു ആശങ്കയും നമുക്ക് വേണ്ട. ഈ 2 രാഷ്ട്രങ്ങൾ പ്രതിരോധപരമായിട്ടും നയതന്ത്രപരമായിട്ടും ഒക്കെ എഗ്രിമെൻറ്റുകൾ ഒപ്പിട്ട് വളരെ സൗഹൃദത്തിൽ പോകുന്ന 2 രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തിൽ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള യുദ്ധസാമഗ്രികളോ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ എന്തെങ്കിലും സാധനങ്ങളോ സൂക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഏത് രാജ്യത്താണോ അത് സൂക്ഷിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ്റെ F-35 യുദ്ധവിമാനം ഇന്ത്യയിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ
ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് ആ യുദ്ധവിമാനം വളരെ സുരക്ഷിതമായിട്ട് യാതൊരു കേടുപാടുകളും ഇനി സംഭവിക്കാതെ അവരുടെ യുദ്ധതന്ത്രങ്ങളോ അവരുടെ യാതൊരു വിധത്തിലുള്ള ആ വിമാനത്തിനകത്തുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചോർന്നു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിമാനം അതിന് CISFൻ്റെ കനത്ത സുരക്ഷ ഏർപ്പാടാക്കിയത്. ആ വിമാനത്തിനടുത്തേക്ക് പോകാനോ ഒന്നും ആരെയും അനുവദിക്കാറില്ല. സ്വാഭാവികമായിട്ടും ഈ വിമാനം ബ്രിട്ടൻ്റെതായതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഇതിൽ ഉപഗ്രഹ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പാർലമെൻറ്റിൽ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതായത് വിമാനത്തിനകത്തേക്കോ അടുത്തേക്കോ ആരെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഇവർക്ക് വിവരങ്ങൾ ലഭിക്കും. അങ്ങനെ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അവർക്ക് അതിൽ ഇടപെടലുകൾ നടത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് കിലോമീറ്ററുകൾക്കപ്പുറത്താണെങ്കിൽ പോലും ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ കണ്ണിന് മുന്നിൽ തന്നെ ഈ വിമാനം ഉണ്ട് എന്നതാണ് പാർലമെൻറ്റിൽ അദ്ദേഹം നൽകിയ വിശദീകരണം. അതിനുശേഷമാണ് ഈ വിമാനം നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകണം എന്ന് പാർലമെൻറ്റ് എല്ലാവരും കൂടെ ഐകകണ്ഠേന പാസാക്കിയ ഒരു പ്രമേയത്തിൽ പറയുന്നത്. അങ്ങനെയാണ് ഒമാനിലുള്ള നാവിക ആസ്ഥാനത്ത് നിന്നും ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സംഘം ഈ വിമാനം നന്നാക്കാനും അതുപോലെ ലോക്ഹീഡ് മാർട്ടിൻ വിമാനം നിർമ്മിച്ച കമ്പനിയുടെ അധികൃതരും തിരുവനന്തപുരത്ത് എത്തുന്നത്. പ്രത്യേക വിമാനത്തിൽ ഏകദേശം 28 പേരുമായിട്ടാണ് അവർ തിരുവനന്തപുരത്തെത്തിയത്. തിരുവനന്തപുരത്തെത്തിയ ഇവർ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചപ്പോൾ തന്നെ ഹൈഡ്രോളിക് തകരാറുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് ഓക്സിലറി ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഓക്സിലറി സംവിധാനത്തിന് തകരാറുണ്ട് എന്ന് ഇഗ്നിഷനിൽ കാണിക്കുന്നു എന്നതാണ് മറ്റൊരു വാർത്ത. അങ്ങനെയാണെങ്കിൽ ഈ തകരാറുകൾ പരിഹരിക്കാൻ കുറച്ചധികം സമയം ഇവർക്ക് വേണ്ടിവരും, കുറച്ച് നാളുകൾ വേണ്ടിവരും എന്നതാണ് വസ്തുത. ഇപ്പോൾ ഏകദേശം 3 ദിവസത്തോളം ആയി ഈ സംഘം തിരുവനന്തപുരത്തെത്തി ഹാങ്കറിലേക്ക് മാറ്റിയ എയർ ഇന്ത്യയുടെ വിമാനം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വാടകയാണ്. ഏകദേശം 20,000 രൂപയോളമാണ് ഒരു ദിവസം ഈ വിമാനം വാടക ഇനത്തിൽ നൽകേണ്ടി വരിക. ആദ്യഘട്ടത്തിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ നയതന്ത്രപരമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് വിമാനത്തിൻ്റെ വാടക ആവശ്യമില്ല എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ അദാനി എന്ന ബിസിനസ്സുകാരൻ ആ വിമാനത്തിൻ്റെ വാടക വാങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചത്. വിമാനത്തിൻ്റെ വാടകയും അതിനപ്പുറം വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അവിടെ ഒരുക്കിയ അടിയന്തര സാഹചര്യത്തിന് മറ്റൊരു ഫീസും നൽകണം. അത് ഏകദേശം 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിലായിട്ട് വരും. ആ തുകയും നൽകി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനിയിപ്പോൾ ഇത് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ സ്ഥിതിക്ക് എയർ ഇന്ത്യക്കും വാടക നൽകേണ്ടതുണ്ട്. എയർ ഇന്ത്യയുടെ ശീതീകരിച്ച ഹാങ്ങറിൽ ഇത് സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുന്നു. അവിടെ നിന്നും ഇവർക്ക് അത് തകരാറുകൾ പരിഹരിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. ഈ സാഹചര്യത്തിൽ എയർ ഇന്ത്യ പറയുന്ന വാടക എയർ ഇന്ത്യക്കും നൽകേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിമാനം നന്നാക്കുന്നതിനായിട്ട് കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്ത എയർബസ്, അതായത് ബ്രിട്ടൻ്റെ എയർബസ്, സാങ്കേതിക വിദഗ്ധരെയും കൊണ്ടുവന്ന എയർബസ് ലാൻഡ് ചെയ്തതിനും അത് പാർക്ക് ചെയ്തതിനുമുള്ള വാടകയും കൂടി നൽകേണ്ടി വരും. സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ്റെ F-35 യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതു മുതൽ വലിയൊരു തുക തിരുവനന്തപുരം എയർപോർട്ട് അതോറിറ്റിക്ക്, അതായത് അദാനി ഗ്രൂപ്പിന് നൽകേണ്ടി വരും എന്നതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ F-35 യുദ്ധവിമാനം വലിയൊരു തുക ഇന്ത്യയിൽ നൽകിയതിന് ശേഷം മാത്രമേ തിരുവനന്തപുരത്ത് നിന്ന് ആ വിമാനത്തിന് പറന്നുയർന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി യുദ്ധവിമാനം ഇവർക്ക് നന്നാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ അവർ വിശദമായി പരിശോധിച്ച് അത് മാക്സിമം നന്നാക്കി പറത്തിക്കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അത് നന്നാക്കാൻ സാധിക്കാത്ത വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 2 ചിറകുകളും അഴിച്ചു വെച്ച് മറ്റൊരു വിമാനം, ചരക്ക് വിമാനം കൊണ്ടുവന്ന് അതിനകത്തേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സാങ്കേതിക വിദഗ്ധരെല്ലാം തന്നെ നടത്തുന്നത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വളരെ സൗഹൃദപരമായ നയതന്ത്ര ബന്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ സൂക്ഷിച്ചിരിക്കുന്ന F-35 യുദ്ധവിമാനം വളരെ സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ച് ബ്രിട്ടനെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വവും ഇന്ത്യക്കാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, സാങ്കേതികമായിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ വിമാനം ഇവിടെ ലാൻഡ് ചെയ്ത് അതിൻ്റെ കേടുപാടുകൾ പരിഹരിക്കണം എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഇന്ത്യയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ വിമാനത്തിൻ്റെ കേടുപാടുകൾ ഞങ്ങൾ പരിഹരിക്കാൻ നോക്കാമെന്ന്. പക്ഷേ ബ്രിട്ടൻ അത് വേണ്ട എന്ന് പറയുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യക്ക് F-35 യുദ്ധവിമാനം ഇല്ല, ഇന്ത്യക്ക് റഫേൽ യുദ്ധവിമാനമാണുള്ളത്. അപ്പോൾ ഈ 5ാം തലമുറയിൽപ്പെട്ട F-35 യുദ്ധവിമാനം അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം മുഴുവൻ ഇന്ത്യക്ക് മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് F-35 യുദ്ധവിമാനം ഇന്ത്യ നന്നാക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത ഒരു രാജ്യങ്ങൾക്കും F-35 യുദ്ധവിമാനം നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ അമേരിക്ക ബ്രിട്ടനോട് ആവശ്യപ്പെടുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ യുദ്ധവിമാനം തിരിച്ചു കൊണ്ടുപോകണം എന്നാണ്. ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം പറയുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ലാൻഡ് ചെയ്ത ആ വിമാനം, അതായത്
A400M എന്ന് പറയുന്ന വിമാനത്തിന് യാതൊരു തകരാറും ഇല്ല. ആ വിമാനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അത് തകരാറ് കാരണം അതിൻ്റെയും ഹൈഡ്രോളിക് തകരാറിലായി പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നൊരു കാര്യം കൂടി ഈ അവസരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.